നമസ്കാരം. എൻ്റെ പേര് ജീവൻ ജോജോ. ഞാൻ ഉല്ലാസം എന്ന് പറയുന്ന സിനിമയുടെ സംവിധായകനാണ്. ഉല്ലാസത്തിൻ്റെ ലൊക്കേഷൻ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഉല്ലാസത്തിൻ്റെ സ്ക്രിപ്റ്റ് എൻ്റെ അടുത്തേക്ക് വരുന്നത് വളരെ യാദൃശ്ചികമായിട്ടാണ്. ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് ക്രിസ്റ്റി കൈതമറ്റും ജോ കൈതമറ്റും ഇവർ ഓൾറെഡി ഈ സ്ക്രിപ്റ്റ് കേട്ട് ഇവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഇത് അവർക്ക് സിനിമയാക്കാം എന്നുള്ളൊരു ആഗ്രഹത്തിന് മുകളിൽ പ്രൊഡക്ഷൻ ഡിസൈനർ ഷാഫി ചെമ്മാടും രഞ്ജിത്ത് കരുണാകരൻ പ്രൊഡക്ഷൻ കൺട്രോളർ ഇവർ മുഖേനയാണ് എന്നോട് ഈ സ്ക്രിപ്റ്റ് ഒന്ന് കേൾക്കാൻ പറയുന്നു. ഇതിൻ്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത് പ്രവീൺ ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു തൃശ്ശൂരിലുള്ള ഒരു സെൻറ്റ് തോമസ് കോളേജിലെ ലെക്ചറാണ്. പുള്ളി ഒന്ന് എൻ്റെ അടുത്ത് സ്ക്രിപ്റ്റ് പറയുകയും പിന്നീട് സ്ക്രിപ്റ്റ് അയച്ചു തന്നു. ഞാനൊന്ന് വായിച്ചു നോക്കിയപ്പോൾ എനിക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ട്രാവൽ മൂവി, ഊട്ടിയും അതിൻ്റെ പരിസരങ്ങളും അങ്ങനെ ട്രാവൽ ചെയ്തു പോകുന്ന ഒരു മൂവി. അങ്ങനെ പിന്നീട് പെട്ടെന്നായിരുന്നു എല്ലാ കാര്യങ്ങളും. പെട്ടെന്ന് തന്നെ ഇത് സിനിമ ചെയ്യാം എന്നുള്ള ധാരണയിലേക്ക് എത്തി. അതിനുശേഷം പിന്നെ ഒരു 2-3 മാസത്തിനുള്ളിൽ തന്നെ ഇത് നമുക്ക് ഷൂട്ടിങ് തുടങ്ങേണ്ടതായിട്ട് വന്നു. ആദ്യം തന്നെ നമ്മൾ സ്ക്രിപ്റ്റ് വായിച്ച് എല്ലാവരും കൂടെ ധാരണയിലെത്തി. ആദ്യം തന്നെ ബാക്കിയുള്ള ടെക്നീഷ്യന്മാരെയൊക്കെ തീരുമാനിക്കുന്നതിന് മുമ്പ് തന്നെ ഊട്ടിയിലൊന്ന് പോയിട്ട് നമുക്ക് ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം, അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കാമെന്ന് പറയുന്നു. അങ്ങനെ ക്രിസ്റ്റി ത്രൂ ഔട്ട് ഈ സിനിമേൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഒരു പ്രൊഡ്യൂസർ എന്നുള്ളതിലുപരി നമ്മുടെ കൂടെ തന്നെ ഒരു സുഹൃത്ത് എന്നുള്ള രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഊട്ടിയിലുള്ള പോയി ഉള്ളേരിയകളിലേക്കും അത്യാവശ്യം ഊട്ടിയിലെ സ്ഥലങ്ങളൊക്കെ എനിക്കും അറിയാം. ഞാനിതിനു മുമ്പ് 1-2 സിനിമകളിൽ ഊട്ടിയിൽ ഫുൾ ഷൂട്ട് ചെയ്ത സിനിമകളിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് അസോസിയേറ്റൊക്കെ ആയിട്ട്. പിന്നെ എൻ്റെ നാട് വയനാടാണ്, സുൽത്താൻ ബത്തേരി. അപ്പോൾ അവിടെ നിന്ന് ഊട്ടിയിലേക്ക് ഒരു 100 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. അപ്പോൾ കോളേജ് കാലഘട്ടത്തും സ്കൂൾ കാലഘട്ടങ്ങളിലൊക്കെ അവിടെ നിന്ന് ഊട്ടിയിലൊക്കെ പലപ്പോഴും വന്നിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഊട്ടിയിലെ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. എന്നാൽ സ്ഥിരം സിനിമയിൽ കാണാത്ത സ്ഥലങ്ങൾ, കുറച്ചും കൂടെ ഉള്ളിലേക്കുള്ള വളരെ ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ട് ഊട്ടിയിൽ. അപ്പം അത് നമുക്ക് സിനിമയിൽ എങ്ങനെ ഉൾപ്പെടുത്താൻ പറ്റും, അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ലൊക്കേഷൻ മാനേജർമാരെ ഒന്നും കൂട്ടാതെ തന്നെ ആദ്യം ഒരു ഷൂട്ടിനൊരു മുമ്പ് ഒരു 3 തവണ ഊട്ടിയിലുള്ള ഞങ്ങൾ ക്രൂ മെമ്പേഴ്സ് ആദ്യം പിന്നെ പ്രൊഡ്യൂസറും പ്രൊഡക്ഷൻ കൺട്രോളറുമായിട്ട് പ്രൊഡക്ഷൻ ഡിസൈനറായിട്ട് ഞങ്ങൾ പോയി. അതിനുശേഷം തിരിച്ചു വന്ന് ബാക്കിയുള്ള ക്രൂ മെമ്പേഴ്സിൻ്റെ എല്ലാവരെയും തീരുമാനിച്ചു. ആദ്യം ആ ഡയറക്ടർ നിമേഷ് താനൂരായിരുന്നു, അദ്ദേഹത്തെ ഫിക്സ് ചെയ്തു. അതിനുശേഷം ക്യാമറമാൻ സ്വരൂപ് ഫിലിപ്പ്, ബാക്കി എഡിറ്റർ, ബാക്കിയുള്ള ക്രൂ മെമ്പേഴ്സിനെയൊക്കെ ഫിക്സ് ചെയ്തതിന് ശേഷം പിന്നീട് ഒരിക്കൽ കൂടെ ഊട്ടി പോയി അവർക്കും കൂടെ കൺവിൻസിങ് ആയിട്ടുള്ള രീതിയിലുള്ള സ്ഥലങ്ങൾ കണ്ടു. അതിനുശേഷം ഒരു 2 ആഴ്ച കഴിഞ്ഞ് അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ പിന്നെ സ്ക്രിപ്റ്റിലും അതിനിടയ്ക്ക് നടത്തിക്കൊണ്ടിരുന്നു. അതിനുശേഷം വന്ന് ഷൂട്ട് തുടങ്ങുന്നതിൻ്റെ കുറച്ച് മുമ്പായിട്ട് ഒരു പ്രാവശ്യം കൂടെ പോയി ഏകദേശം സ്ഥലങ്ങളൊക്കെ നമ്മൾ തീരുമാനിച്ച സ്ഥലങ്ങളൊക്കെ അവിടുത്തെ ലൊക്കേഷൻ മാനേജറെ വിളിച്ച് കാണിച്ചു. അപ്പോഴാണ് നമ്മളൊരു സത്യം മനസ്സിലാക്കുന്നത്. നമ്മൾ ഇഷ്ടപ്പെട്ട ഈ സ്ഥലങ്ങളൊക്കെ നമുക്ക് ഷൂട്ടിന് കിട്ടാൻ പോസിബിലിറ്റി കുറവുള്ള സ്ഥലങ്ങളാണ്. ഒന്നില്ലെങ്കിൽ റിസർവ് ഫോറസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ടി എസ്റ്റേറ്റോ അല്ലെങ്കിൽ വല്ല കേസിൽ കിടക്കുന്ന എസ്റ്റേറ്റുകളോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ആയിരുന്നു. പിന്നീട് അവർ നമുക്കൊരു ലിസ്റ്റ് തന്നു. ഈ ഏരിയകളിലൊക്കെ ഉള്ള സ്ഥലങ്ങൾ മാത്രമേ നമുക്ക് ഷൂട്ടിന് പോസിബിൾ ആയിട്ടുള്ളൂ. അങ്ങനെ ആ നിലവിൽ ഉള്ള പിന്നീട് നമ്മൾ 2-3 ദിവസം കൂടി അവിടെ സ്റ്റേ ചെയ്തിട്ടാണ് ആ നിലയ്ക്കുള്ള നമുക്ക് ആവശ്യമുള്ള ലൊക്കേഷൻസ് ഒക്കെ കണ്ടുപിടിച്ചത്. ഇതിൽ ആദ്യത്തെ പ്രധാനമായിട്ട് സിനിമ തുടങ്ങുമ്പോൾ തന്നെ ഊട്ടി ട്രെയിനും റെയിൽവേ ട്രാക്ക്, റെയിൽവേ സ്റ്റേഷൻ, ഇതൊക്കെയാണ് നമ്മൾ ആദ്യം തന്നെ കാണിക്കുന്നത്. അപ്പോൾ ഊട്ടി റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഊട്ടി റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ സാധാരണ എറണാകുളത്തുള്ള റെയിൽവേ സ്റ്റേഷൻ പോലെ തന്നെ അത് മുഴുവൻ പരിഷ്കരിച്ച് പുതിയ മോഡേൺ ബിൽഡിങ്ങുകളൊക്കെ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ പണ്ട് കണ്ടിട്ടുള്ള ക്ലാസിക് സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള നൊസ്റ്റാൾജിക്കായുള്ള ആ റെയിൽവേ സ്റ്റേഷൻ അല്ല. അപ്പോൾ ഈ ലൊക്കേഷൻ മാനേജർ തന്നെ ഒരു ഐഡിയ പറഞ്ഞു, കൂനൂർ റെയിൽവേ സ്റ്റേഷൻ ഒന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കൂനൂർ എന്ന് നോക്കിയപ്പോൾ നല്ല പഴമയുള്ള നമുക്ക് പണ്ടൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള പോലത്തെ എല്ലാവരുടെയും മനസ്സിലുള്ള പോലത്തെ ഒരു റെയിൽവേ സ്റ്റേഷനായിരുന്നു. അങ്ങനെ കൂനൂർ റെയിൽവേ സ്റ്റേഷനും റെയിൽവേ ട്രാക്കുകൾ, അത് നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന പഴയ കൽക്കരി വണ്ടി പുക പറിച്ചു പോണ പോലെ അങ്ങനെയൊക്കെ ആയിരുന്നു ആഗ്രഹം. പക്ഷേ ആ ഏരിയ ഒന്നും ഷൂട്ടിന് പെർമിഷൻ കിട്ടാത്ത ഏരിയകളാണ്. കാരണം ഊട്ടി മുതൽ കൂനൂർ വരെയുള്ള സ്ഥലത്ത് സാധാരണ എഞ്ചിനാണ്, ഡീസൽ എഞ്ചിൻ. അതിന് ശേഷം വരുന്ന ഏരിയ ആണ് ഈ പറഞ്ഞ കൽക്കരി ഇതുള്ളത്. നമുക്ക് അത് ഷൂട്ടിന് അലൗഡ് അല്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഏരിയയിൽ ഷൂട്ട് ചെയ്യാണ് ഉണ്ടായത്. അങ്ങനെ ഏകദേശം ഷൂട്ട് തുടങ്ങി കഴിഞ്ഞ് നമ്മൾ ആ റെയിൽവേ പ്ലാറ്റ്ഫോമും ട്രെയിനിലേക്ക് ഷെയ്ൻ ഓടി വന്ന് കയറുന്നതും വരെയുള്ള കാര്യങ്ങൾ ഷൂട്ട് ചെയ്തു ഒരു ദിവസം മുഴുവൻ. രണ്ടാമത്തെ ദിവസം
ട്രെയിനിന്റെ ഇന്റീരിയർ പോർഷൻ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് വേറൊരു വലിയൊരു പ്രതിസന്ധി. ഇവര് രാവിലെ ഒരു 10 മണി മുതൽ 5 മണി വരെയൊക്കെയാണ് ഈ ഷൂട്ടിംഗ് ടൈം തന്നിട്ടുള്ളത്. അപ്പോൾ വേറെ ഓപ്പോസിറ്റ് ട്രെയിൻ വരുമ്പോൾ ഈ ട്രെയിൻ ഒരു സൈഡിൽ പിടിച്ചിടും, ചിലപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ അങ്ങനെ കിടക്കും. നമുക്ക് ആവശ്യമുള്ളത് ഓടിക്കൊണ്ട് ഇരിക്കുന്ന ട്രെയിനിന്റെ വിഷ്വൽസ് ആയിരുന്നു. അപ്പോൾ നിർത്തിയിട്ട് കഴിയുമ്പോൾ പിന്നെ അതിലും വലിയ പ്രശ്നമാണ്. പിന്നെ അത് ഗ്രീൻ മാറ്റിലൊക്കെ ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. പോരാത്തതിന് ഷൂട്ട് ചെയ്യുമ്പോൾ ഈ ഊട്ടി ട്രെയിനിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ വീതി കുറവാണ്. 2 ആൾക്കിരിക്കാവുന്ന ഒരു സീറ്റും പിന്നെ ഒരു സിംഗിൾ സീറ്റും. ഇതിന്റെ ഇടയ്ക്ക് ഒരു സൈഡിലൂടെ തിരിഞ്ഞ് കടന്നു പോകാനുള്ള സ്പേസ് ഒക്കെ ഉള്ളൂ. ഇതിന്റെ ഇടയിൽ നമുക്ക് ഇത് ഒരു സീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുത്ത് തീർക്കാം. പക്ഷെ ഇത് 1-2 ഷോട്ട് എടുത്തു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ആ ഒരു പ്രശ്നം മനസ്സിലായത്. ഇങ്ങനെ ഷൂട്ട് ചെയ്ത ഇപ്പൊ നമ്മളാകെ 3 ദിവസം ട്രെയിനിന്റെ വെച്ചിട്ടുള്ള ഷൂട്ട്, അല്ലാതെ റെയിൽവേ ട്രാക്കൊക്കെ ഒരു ദിവസം, അങ്ങനെ 4 ദിവസമായിട്ടാണ് ഷൂട്ട് പ്ലാൻ ചെയ്തിരുന്നത്. ഈ 3 ദിവസം കൊണ്ട് പോലും നമ്മൾ ഷൂട്ട് ചെയ്താൽ തീരില്ല എന്നുള്ളൊരു സത്യം മനസ്സിലാക്കുന്നു. പെട്ടെന്ന് തന്നെ ഞങ്ങളൊരു ഐഡിയ പ്ലാൻ ചെയ്യുന്നു. ഈ ട്രെയിനിന്റെ ഇന്റീരിയർ പോർഷൻ മാത്രം നമുക്കൊരു ബോഗി സെറ്റ് ചെയ്യാമെന്ന് ഡയറക്ടർ നിമേഷ് താനൂർ പറയുന്നു. അങ്ങനെ അകത്തുള്ള പോർഷൻ വിട്ടിട്ടുള്ള ട്രെയിൻ നിർത്തിയതിന് ശേഷം ട്രെയിനിൽ നിന്ന് ചാടുന്നത് മുതലും പിന്നെ ട്രാക്കിൽ കൂടെ നടന്നുള്ള പോർഷനൊക്കെ ഈ പറഞ്ഞ 3 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്ത് തീർക്കായിരുന്നു. എന്നിട്ട് ഈ ട്രെയിനിന്റെ ഇന്റീരിയർ പോർഷൻ, അകത്ത് ആ പിള്ളേരുമായിട്ടൊക്കെ സംസാരിക്കുന്ന ആ പോർഷൻ മുഴുവൻ നമ്മൾ പാലക്കാട് ഒരു സ്ഥലത്ത് ഒരു ഗോഡൗണിൻ്റെ അകത്ത് നിമേഷ് താനൂർ സെറ്റിട്ട് എന്നിട്ടായിരുന്നു നമ്മൾ ഏറ്റവും അവസാനം ആയിട്ടാണ് അത് ഷൂട്ട് ചെയ്തത്. സിനിമയിലെ ഓപ്പണിംഗ് സീൻ, ഷെയ്നെ ആദ്യം കാണിക്കുന്ന ഒരു സീൻ, അതൊരു സ്കേറ്റിംഗ് ബോർഡിൽ ഇങ്ങനെ ഒരു ലാൻഡ്സ്കേപ്പിൽ കൂടെ ഇങ്ങനെ വരുന്ന ഒരു ഷോട്ടാണ്. അപ്പോൾ ഷെയ്ന് ഈ സ്കേറ്റിംഗ് അത്യാവശ്യം അറിയാം. എന്നാലും ഇത്രയും ഒരു ഹില്ലിന്റെ മുകളിൽ നിന്നൊക്കെ വരാൻ മാത്രം ഒരു എക്സ്പീരിയൻസിന് വേണ്ടി നമ്മൾ എറണാകുളത്ത് തന്നെ പിന്നെ ഇതേപോലെ സ്കേറ്റിംഗ് ബോർഡ് ഒരു ക്ലബ്ബുണ്ട്, ഒരു ടീം. അപ്പോൾ അവരുമായിട്ട് നമ്മുടെ നെഹ്റു സ്റ്റേഡിയത്തിൻ്റെ ഒക്കെ പരിസരങ്ങളിലൊക്കെ ഒരാഴ്ചയോളം ഒരു സ്കേറ്റിംഗ് റിഹേഴ്സലൊക്കെ ചെയ്തതിന് ശേഷമാണ് നമ്മൾ അവിടെ ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഷെയ്ൻ്റെ കൂട്ടത്തിൽ ആ സ്കേറ്റിംഗ് ചെയ്ത് വരുന്നതൊക്കെ ഈ ക്ലബിലെ മെമ്പേഴ്സാണ്. അപ്പോൾ ഈ ഷൂട്ടിൻ്റെ ദിവസം ഇപ്പം നമുക്ക് ഇത് സ്കേറ്റ് ചെയ്യണവർക്കറിയാം, ഇത് ഭയങ്കര റിസ്കി ആയിട്ടുള്ളൊരു പരിപാടിയാണ്. ഇത് ബ്രേക്കില്ല. അപ്പോൾ ഇത് ബാലൻസിങ് കറക്റ്റ് അല്ലെങ്കിൽ ഇത് വീണ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് നിമിഷവും തറന്നു പോകും. കാരണം തൊലി ശരീരത്തിൽ നിന്ന് തൊലിയൊക്കെ വിട്ടു പോകണ ഒരു പരിപാടിയാണ്. അപ്പോൾ ഇത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളവരൊക്കെ വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ഷെയ്ൻ അതിൻ്റെ കൂടെ, പക്ഷേ അത് ഡ്യൂപ്പൊന്നും ഇല്ലാതെ ഷെയ്ൻ തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഷെയ്ൻ ഇപ്പോൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾ മുന്നിൽ വണ്ടിയിലിരുന്നിട്ട് ക്യാമറ ഫോളോ ചെയ്ത് വരുമ്പോഴും ഞങ്ങൾക്ക് ഉള്ളിൽ പേടിയാണ്. കാരണം ഷൂട്ട് തുടങ്ങിയ രണ്ടാമത്തെ ദിവസമാണത്. അപ്പോൾ ഷെയ്ൻ്റെ ഒരു സേഫ്റ്റിനെ കുറിച്ചാണ് ആകെ ഒരു ടെൻഷൻ. പക്ഷെ പുള്ളിക്ക് ആ ഒരു സാധനമില്ല. ക്യാമറേൻ്റെ മുന്നിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും ഒരു വിഷയമല്ല. ബാക്കിയുള്ളവരെക്കാട്ടിയും പെർഫെക്റ്റ് ആയിട്ടാണ് ഷെയ്ൻ ആ സീനിലൊക്കെ പെർഫോം ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ ദിവസം ഭംഗിയായിട്ട് കഴിഞ്ഞു. രണ്ടാമത്തെ ദിവസം ഒരു ഉച്ചയായപ്പോഴാണ് പെട്ടെന്ന് നായികയുടെ അമ്മ പെട്ടെന്ന് സുഖമില്ലാതായി, വളരെ സീരിയസ് ആയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയെന്ന് അറിയണത് ഒരു ഉച്ചയായപ്പോൾ. അപ്പോൾ അന്നത്തെ ആ സീനിൽ നായികേൻ്റെ പോർഷൻസ് എടുത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ, പകുതിയായിട്ടുള്ളൂ. ആ ലൊക്കേഷൻ ഇനി നമുക്ക് കിട്ടില്ല, വളരെ റെന്റ് കൊടുത്തിട്ട് കിട്ടിയ ഒരു ലൊക്കേഷനും കൂടിയാണ്. അപ്പോൾ ഇതിപ്പോൾ നായികേനോട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആകെ പ്രശ്നമാകും. പവിത്ര ലക്ഷ്മി ആയിരുന്നു, അവരുടെ വീട് കോയമ്പത്തൂർ തന്നെയാണ്. അമ്മയൊക്കെ ഞങ്ങൾ അറിയണേ, അവരെ ഷൂട്ടിൻ്റെ തലേദിവസം വരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന. അപ്പം തൽക്കാലം ഞങ്ങളത് കുറച്ച് നേരത്തേക്ക് അത് നായികയുടെ പവിത്രേൻ്റെ അടുത്ത് നിന്ന് ഹൈഡ് ചെയ്ത് വെച്ചു. പെട്ടെന്ന് അവളുടെ പോർഷൻസ് ഒക്കെ എടുത്ത് ഷൂട്ട് ചെയ്തതിന് ശേഷമാണ് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആകെ കരച്ചിലും ഭയങ്കര പ്രശ്നമായി. അങ്ങനെ നമ്മൾ തൽക്കാലം ഷൂട്ട് നിർത്തിവെച്ചു. പ്രൊഡക്ഷൻ ടീമുകളും ഒക്കെ കോയമ്പത്തൂർ എന്ന് ഹോസ്പിറ്റലിൽ പോയി കണ്ടു. കുറച്ച് ക്രിട്ടിക്കലായിരുന്നു. പക്ഷെ ഈ പെൺകുട്ടിക്ക് ഭയങ്കര എന്താ പറയുക, സിനിമയോട് അത്ര പാഷനുള്ള, ഈ കുട്ടി അഭിനയിക്കണമെന്ന് വളരെ ആഗ്രഹിക്കുന്നതാണ് കുട്ടിയുടെ അമ്മ. അപ്പോൾ ഇവരന്ന് അവിടെ ചെന്ന് അവരുടെ ബന്ധുക്കളെയൊക്കെ ഹോസ്പിറ്റലിൽ ഏൽപ്പിച്ച്, പ്രൊഡ്യൂസർ തന്നെ ഒരു ബൈസ്റ്റാൻഡറൊക്കെ ഏൽപ്പിച്ച് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ പറയണം എന്നുള്ള രീതിയിൽ നിർത്തി. അതിൻ്റെ ഏറ്റവും പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ അടുത്ത 3 ദിവസങ്ങളിൽ ട്രെയിനും റെയിൽവേ സ്റ്റേഷനാണ് ഷൂട്ട് ചെയ്യേണ്ടത്. അത് മുൻപ് പൈസ അടച്ചേക്കണേ. അത് പോയില്ലെങ്കിൽ പിന്നെ ആ പൈസ പ്രൊഡ്യൂസർക്ക് നഷ്ടപ്പെട്ടു പോകും. ചിലപ്പോൾ സിനിമ തന്നെ ഇതോടുകൂടി നിന്ന് പോകേണ്ട ഒരു സ്റ്റേജിലായിരുന്നു. പക്ഷേ ഈ കുട്ടി അതെല്ലാം തരണം ചെയ്ത് അവൾ അന്ന് തന്നെ മടങ്ങി. രാത്രി ആയപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ലൊക്കേഷനിൽ വന്നു. അങ്ങനെയാണ് പിന്നീട് ഈ റെയിൽവേ സ്റ്റേഷൻ പോർഷൻസ് ഒക്കെ ഷൂട്ട് ചെയ്തത്. ഞാൻ പലപ്പോഴും കാണാറുണ്ട് ഈ ഷൂട്ടിൻ്റെ ഇടയ്ക്കൊക്കെ ഈ കുട്ടി മാറി നിന്ന് ഫോൺ ചെയ്തിട്ട് ഹോസ്പിറ്റൽ വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ട് മാറി നിന്ന് കരയും. പക്ഷെ നമ്മൾ ഷോട്ട് റെഡി എന്ന് പറയുമ്പോഴേക്കും കണ്ണു അടച്ചിട്ട് ക്ലിയർ ആയിട്ട് വന്നിട്ട് അഭിനയിക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഈ റെയിൽവേ സ്റ്റേഷൻ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളൊന്ന് സിനിമ ബ്രേക്ക് ചെയ്യാൻ തീരുമാനിച്ചു. കാരണം ഈ നായിക കുട്ടിയുടെ അമ്മയുടെ ഈ പ്രശ്നം കൊണ്ട് തന്നെ. അപ്പോഴേക്കും ഈ ഊട്ടിയിലെ ഏകദേശം ഒരു ഷൂട്ടിങ്ങിന്റെ ഒരു പാറ്റേണും അവിടുത്തെ ഒരു പോക്കും കാര്യങ്ങളും മനസ്സിലായപ്പോൾ പ്രൊഡക്ഷൻ കൺട്രോളറും പ്രൊജക്ട് ഡിസൈനറും കൂടെ നമുക്ക് തൽക്കാലം ഇത് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം,
അതിനുശേഷം ഈ കുട്ടീൻ്റെ ഈ പ്രശ്നങ്ങളൊക്കെ തീർന്നിട്ട് പിന്നെ രണ്ടാമത് വരാമെന്നുള്ള രീതിയിൽ അങ്ങനെ ഷൂട്ടിംഗ് ബ്രേക്ക് ചെയ്യുകയാണ് ചെയ്തത്. പിന്നെ ഞങ്ങൾ തിരിച്ചു വന്നു. തിരിച്ചു വന്നിട്ട് ഒരു മാസം സമയം ഉണ്ടായിരുന്നു നമുക്ക് പിന്നീട് അടുത്ത ഒരു ഷെഡ്യൂൾ. അപ്പോഴാണ് ഞങ്ങൾ പിന്നീട് തീരുമാനം എടുക്കുന്നത്. പിന്നെ ഊട്ടി വളരെ എക്സ്പെൻസീവാണ്. നമ്മളെ ഒരു ചെറിയ സിനിമയ്ക്ക് കുറേ ദിവസം ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിച്ച പോലെ ഉള്ള ലൊക്കേഷൻസിൻ്റെ പ്രശ്നങ്ങളുണ്ട് വേറെ. പക്ഷേ അപ്പോൾ നമുക്കിവിടെ തൊട്ടടുത്ത് അതിനേക്കാൾ ഊട്ടി പോലെ തന്നെ ഇരിക്കുന്ന വളരെ ഭംഗിയുള്ള സ്ഥലങ്ങൾ ഇപ്പോൾ മൂന്നാറുണ്ട്. മൂന്നാറിൽ പിന്നെ വട്ടവട മിനി ഊട്ടി എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. അപ്പോൾ വട്ടവട ഒന്ന് പോയി നോക്കി. വട്ടവട പോണ വഴിക്ക് മൂന്നാറിലുള്ള കുറേ സ്ഥലങ്ങൾ കണ്ടു, വളരെ ഭംഗിയുള്ള. അതുപോലെ നമ്മൾ ഊട്ടീൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ മഞ്ഞായിട്ടുള്ള സ്ഥലങ്ങളാണ്. പക്ഷെ അതിലും ഭംഗിയുള്ള സ്ഥലങ്ങൾ മൂന്നാറിലെ സ്ഥലങ്ങളിലുണ്ട്. പിന്നെ ഞങ്ങൾ സേഫ് സൈഡായിട്ട് ഒരു കൊടൈക്കനാലിൽ പോയി നോക്കി. കൊടൈക്കനാലിൽ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ട്, പക്ഷെ ഊട്ടിയുടെ അത്ര എക്സ്പെൻസീവ് അല്ല. അങ്ങനെ ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തത് മൂന്നാറിലായിരുന്നു. അപ്പോൾ ഈ ട്രെയിനിൻ്റെ പോർഷൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഇവർ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ട് പറഞ്ഞാൽ ട്രാക്ക് കാര്യങ്ങളൊക്കെ ഊട്ടി തന്നെ ഷൂട്ട് ചെയ്തു. അതിനുശേഷമുള്ള ആ ഒരു ട്രൈബൽസുമായിട്ടുള്ള ഒരു സോങ് ഏരിയ ഒക്കെ അത് മൂന്നാറിലെ കണ്ണൻദേവൻ എസ്റ്റേറ്റോ ഏതോ ഒരു എസ്റ്റേറ്റിൻ്റെ അകത്ത് സെറ്റ് ഇട്ടായിരുന്നു. നിമേഷ് ആ സെറ്റ് വളരെ ഭംഗിയായിട്ട് സെറ്റ് ഇട്ടു. ആ പോർഷൻ കഴിഞ്ഞിട്ട് വരുന്നത് പിന്നെ ഇവർ ആ സോങ് കഴിഞ്ഞ് വന്നിട്ടുള്ള ഏരിയ നമ്മൾ കൊടൈക്കനാലിലാണ്. ആ ഫോറിനേഴ്സിന് വണ്ടിക്ക് കൈ കാണിക്കുന്നതും ലിഫ്റ്റ് കിട്ടി പോകുന്ന ഒരു ഏരിയ ഒക്കെ ആ ഭാഗങ്ങളൊക്കെ നമ്മൾ കൊടൈക്കനാലിൽ, അത് മൂന്നാറിൽ ഷൂട്ട് ചെയ്തതിന് ശേഷം പിന്നെ കൊടൈക്കനാലിൽ പോയിട്ട് ആ പോർഷൻസ് ഒക്കെ ഷൂട്ട് ചെയ്തു. പിന്നീട് അതിനൊരു പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഇവർ ഈ ലിഫ്റ്റ് കിട്ടി പോയി കുറേ ഒരു ഏരിയ കഴിഞ്ഞ് കഴിയുമ്പോൾ വഴി തെറ്റിയിട്ട് ഒരു സ്ഥലത്ത് ഒരു സ്റ്റോപ്പ് ആവുന്നുണ്ട്, വണ്ടി നിർത്തിയിട്ട് ഇറങ്ങണ ഒരു ഇരുട്ടത്ത്. ആ ഏരിയ ശരിക്കും എറണാകുളത്ത് തന്നെയാണ് ഷൂട്ട് ചെയ്തത്, നമ്മുടെ FACTക്ക് അകത്ത്. കാരണം ഈ ഒരു ഏരിയ നമുക്കൊരു നൈറ്റ് ഷൂട്ട് ചെയ്യണം. അപ്പോൾ ഇവിടത്തെ ഒക്കെ നൈറ്റ് ഷൂട്ടിൻ്റെ ഒരു പോസിബിലിറ്റി കുറച്ച് പ്രശ്നമായിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ നിമേഷും ഷാഫിയൊക്കെ കൂടെ ഇതേ രീതിയിൽ നമുക്ക് അവിടെ ബോർഡുകളും കാര്യങ്ങളും സൈൻ ബോർഡ്സൊക്കെ വെച്ച് ഇതേപോലെ പുകയൊക്കെ ഇട്ട് സ്മോക്കും ഒക്കെ ഇട്ട് ഒരു ഊട്ടി ഫീൽ ഉണ്ടാക്കിയെടുത്ത് അത് അവിടെ ഷൂട്ട് ചെയ്യായിരുന്നു. ഇവർ വഴി തെറ്റി എത്തിപ്പെടുന്ന ഒരു ഹോം സ്റ്റേ ആയിട്ട് കാണിച്ച അജു വർഗീസും അംബിക മാഡം അഭിനയിച്ച ആ സീക്വൻസിലുള്ള ആ റിസോർട്ട്, അത് ഇപ്പോൾ പറഞ്ഞ പോലെ മൂന്നാറിലെ ഒരു ടീ എസ്റ്റേറ്റിൻ്റെ അവരുടെ ഒരു ക്വാർട്ടേഴ്സ് ആയിരുന്നു. അവിടെ നമ്മൾ ഷൂട്ട് ചെയ്ത നല്ല ഭംഗിയുള്ളൊരു സ്ഥലം, വലിയൊരു ഹില്ലിൻ്റെ മുകളിലുള്ളൊരു സ്ഥലമാണ്. അവിടെ ചെന്ന് നമ്മൾ അതിൻ്റെ പിന്നെ രാത്രി ഇവരൊരു വീടിൻ്റെ മുകളിലിരുന്ന് നോക്കുന്ന ഒരു പോർഷനൊക്കെ അത് സെറ്റ് ചെയ്ത് എടുത്തതാണ്. അങ്ങനത്തെ ഒരു പോർഷൻ ആ വീടിനില്ല. നമ്മളവിടെ ചെന്ന് നമുക്ക് കഥയ്ക്ക് ഇങ്ങനെ ഒരു സ്ഥലം ആവശ്യമാണെന്ന് തോന്നിക്കഴിഞ്ഞപ്പോൾ നിമേഷ് ആ ഒരു പ്ലാൻ ഇട്ടു. അങ്ങനെ അവർ ആ കോൺക്രീറ്റ് പോലത്തെ ഏരിയ ഒക്കെ അത് സിനിമയ്ക്ക് വേണ്ടിയിട്ട് സെറ്റ് ഇട്ടൊരു ഏരിയ ആയിരുന്നു. 10-15 ദിവസം മൂന്നാറിൽ ഷൂട്ട് ചെയ്തതിന് ശേഷം അവസാന ദിവസം ഇപ്പോൾ സോങ് വരുന്നതിന് മുമ്പുള്ള ഒരു ഹൈറ്റുള്ള ഒരു സ്ഥലം, ഒരു സ്വർഗം പോലത്തെ ഒരു സ്ഥലം എന്നൊക്കെയാണ് സ്ക്രിപ്റ്റിൽ എഴുതി വെച്ചത്. അപ്പോൾ അങ്ങനെ നമ്മളവിടെ ക്ലൗഡ് ഫാം, അതെന്ന് പറഞ്ഞാൽ സമുദ്രനിരപ്പിൽ നിന്ന് 6500 അടി ഹൈറ്റിലുള്ളൊരു സ്ഥലമാണ്. അവിടേക്ക് പോകുന്നതിന് തന്നെ ഏകദേശം നമ്മുടെ വണ്ടിയിൽ പോയി എനിക്ക് തോന്നുന്നു ഈ കണ്ണൻദേവൻ ഹിൽസിൻ്റെ ഒക്കെ ഒരറ്റത്താണ്. അത് നമ്മൾ കാറിൽ പോയിട്ട് അവിടെ നിന്ന് ജീപ്പിൽ 4-wheel ജീപ്പിൽ ഒരു 3-4 കിലോമീറ്റർ വരെ പോകണം. അതിനുശേഷം ട്രക്കിംഗ് ചെയ്തിട്ടാണ്. അപ്പോൾ അത്യാവശ്യം വേണ്ട ക്രൂസ് മെമ്പേഴ്സ് മാത്രം, എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഓരോ ആളുകൾ. അതിരാവിലെ 5-5:30 പോയി നമ്മൾ, കാരണം നേരെ പുലരുമ്പോഴാണ് ഈ ക്ലൗഡ്സ് ഒക്കെ നമുക്ക് അതിൻ്റെ ഹൈറ്റിൽ കയറി എന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ ഈ ഷാഫി ചെമ്മാടൊക്കെ ഇതിന് മുമ്പ് ഏതൊരു സിനിമയ്ക്ക് പോയിട്ട് അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഷാഫി പറഞ്ഞതനുസരിച്ച് നമ്മളതിൽ ഫോട്ടോസൊക്കെ കണ്ടതിൽ നിന്നും നമ്മൾ അതിൻ്റെ ഹൈറ്റിൽ പോയി നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ക്ലൗഡ്സ് ഇങ്ങനെ നമ്മുടെ മുന്നിൽ ഇങ്ങനെ അന്തരീക്ഷത്തിൽ കാണാം. ഇതാണ് അവിടുത്തെ ഒരു വിഷ്വൽ. ഈ വിഷ്വലൊക്കെ പ്രതീക്ഷിച്ചാണ് ഞങ്ങൾ രാവിലെ തന്നെ ഇതേപോലെ ട്രക്കിംഗ് ചെയ്തിട്ടൊക്കെ അതിൻ്റെ മുകളിൽ ചെന്നപ്പോഴേക്കും ഭയങ്കരമായിട്ട് മഴയും തുടങ്ങി. മഴ നമ്മളവിടെ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ അവിടെയൊക്കെ നിന്ന് അവരുടെ ഒരു ഷെഡൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, അവിടെയൊക്കെ നിന്ന് അവസാനം മുകളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ ക്ലൗഡ്സൊക്കെ പോയി ഈ മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഇത് പ്രതീക്ഷിച്ച് പോയി. പിന്നെ നമ്മൾ പോയത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഭയങ്കര ക്ലിയർ ആയിട്ടുള്ളൊരു പിന്നെ അന്തരീക്ഷമാണ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ കിട്ടിയത്. ശരിക്കും പറഞ്ഞാൽ ഇതായിരുന്നു ആ ഒരു അന്തരീക്ഷമാണ് നമുക്ക് ശരിക്കും വേണ്ട. അല്ലെങ്കിൽ ഇതൊന്നും മാറിയെന്നേനെ ആ ഒരു വിഷ്വൽ മാത്രം. ഇതിപ്പോൾ ഊട്ടിയായിട്ട് ചേർന്ന് പോകുന്ന രീതിയിൽ, അതൊരു വേറെ ലൊക്കേഷനാണെന്ന് തോന്നാത്ത രീതിയിൽ ഭംഗിയായിട്ട് നമുക്കത് അവിടെ ചെയ്യാൻ പറ്റി. ഈ ക്ലൗഡ് ഫാമിൽ ഷൂട്ട് ചെയ്ത ആ സീനിൽ നിന്ന് ഒരു സോങ്ങിലേക്കാണ് പടത്തിലേക്ക് കയറുന്നത്. പിന്നീട് അത് അവസാനം നമ്മൾ ഈ മൂന്നാറും കൊടൈക്കനാലും കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മൾ ഈ ആദ്യം ലൊക്കേഷൻ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ കുറേ ഉള്ളേരിയകളിലേക്കൊക്കെ 10-50-60 കിലോമീറ്റർ ഊട്ടിയിൽ നിന്നൊക്കെ ഉള്ളിലേക്ക് പോയിട്ട് കുറേ സ്ഥലങ്ങൾ, ഭംഗിയുള്ള സ്ഥലങ്ങൾ കണ്ടായിരുന്നു.
അപ്പോൾ ആ സ്ഥലങ്ങളിലേക്ക് പ്രൊഡ്യൂസർ തന്നെയാണ് അതിന് പുള്ളി പറഞ്ഞു അതിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ട, കാരണം ഊട്ടിയിലെ നല്ല അന്ന് നമ്മൾ കണ്ട വിഷ്വൽസ് അവിടെ നമുക്ക് പോയി ഷൂട്ട് ചെയ്യണമെന്ന്, അങ്ങനെ നമ്മൾ ഇതിനായിട്ട് പിന്നെ ഒരു ഷെഡ്യൂൾ വെച്ചിട്ട് നമ്മൾ പിന്നെ ഊട്ടി ചെന്ന് ഈ ലൊക്കേഷൻസ് ഒക്കെ നമ്മൾ ഒരു 2 ദിവസം കൊണ്ട് അതാണ് ആ സോങ്ങിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള ലൊക്കേഷൻസ് എല്ലാം. അങ്ങനെ ഇന്റർവെല്ലിലേക്ക് എത്തുന്ന ആ ഒരു ബസ്സിൽ ട്രാവൽ ചെയ്ത് വരുന്ന ആ പോർഷനും റെയിൽവേ സ്റ്റേഷനും ആ സോങ് കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ് വരുന്ന ആ പോർഷൻസ് അത് മേട്ടുപ്പാളയം റെയിൽവേ സ്റ്റേഷനാണ്. അത് നമ്മൾ ഊട്ടിയിൽ ഓൾറെഡി പെർമിഷൻ ഉണ്ടായിരുന്നു, അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തേക്ക് പോകേണ്ട വന്നില്ല, അല്ലാതെ തന്നെ നമ്മൾ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ഷൂട്ട് ചെയ്തതാണ് ഈ മേട്ടുപ്പാളയം റെയിൽവേ സ്റ്റേഷനും അതിനോടനുബന്ധിച്ചിട്ടുള്ള മറ്റേ ബസ്സിൽ വരുന്ന പോർഷൻസും. അത് നമ്മൾ അവിടെ നിന്ന് തന്നെ ഈ ട്രാവൽ ചെയ്ത് ഊട്ടിയിൽ നിന്ന് വരുന്ന വഴിക്ക് തന്നെ ഒരു ബസ് എടുത്ത് അതിൻ്റെ സീറ്റുകളൊക്കെ കഴിച്ചു മാറ്റിയിട്ടൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്തത് ആ ട്രാവൽ ചെയ്ത് വരുന്ന ഒരു പോർഷൻ. അത് ഇതേപോലെ മേട്ടുപ്പാളയം ടു കോയമ്പത്തൂർ റൂട്ടിലുള്ള ഏരിയകളായിരുന്നു. ജിബൂട്ടി, ഫിജി, ലെബനോൻ, എത്യോപ്യ, അർമേനിയ. സഞ്ചാരം വോളിയം നമ്പർ 17. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. ഈ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട് ഒരു 400 ദിവസങ്ങൾക്ക് ശേഷം എന്ന ടൈറ്റിലോട് കൂടിയാണ് സെക്കൻഡ് ഹാഫ് തുടങ്ങുന്നത്. അപ്പോൾ എറണാകുളത്തെ ഇപ്പോൾ കൊച്ചിയിലാണ് സ്റ്റാർട്ട് ചെയ്യണത് സിനിമ. അപ്പോൾ ഈ കൊച്ചിയിലുള്ള ലൊക്കേഷൻസ് ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന സ്ഥലങ്ങൾ. കാരണം അവിടെയൊക്കെ നമ്മൾ പല സിനിമകളിലും ഷൂട്ട് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ അതിലേതെങ്കിലും ഒന്ന് അതിൽ ഒക്കെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള ധാരണയില്ല. അപ്പോൾ ഷെയിൻ്റെ ഒരു വീട് വേണം, അതിന് വേണ്ടിയിട്ട് ഷെയിൻ താമസിക്കുന്ന ഒരു സ്ഥലം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനും ആ ഡയറക്ടറും പ്രൊഡക്ഷൻ കൺട്രോളർ രഞ്ജിത്തും കൂടെ ഇങ്ങനെ തമ്മനം പൊന്നുരുത്തി പാലം വഴി ഇങ്ങനെ വയറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഞാനാണ് ഇങ്ങനെ നോക്കിയപ്പോൾ ആ പൊന്നുരുത്തി പാലത്തിന് അവിടെ നിന്ന് ദൂരെ ആ റെയിൽവേ ട്രാക്കിൻ്റെ അപ്പുറത്തൊരു വ്യത്യസ്തമായ ഒരു കളർ പെയിൻ്റ് ഉള്ളൊരു വീട് പെട്ടെന്ന് കാണുന്നു. പാലം കഴിഞ്ഞ ഉടനെ പെട്ടെന്ന് ഇവിടെ നിർത്താമെന്ന് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വണ്ടി നിർത്തി അവിടെ നിന്ന് നടന്നു പോയി. അപ്പോൾ ഇത് ഷൂട്ടിങ് ഒന്നും ബന്ധമില്ലാത്ത റെന്റിന് താമസിക്കണേ, അടിയിൽ ഹൗസ് ഓണർ മുകളിൽ റെന്റിന് കൊടുത്തിരിക്കുന്ന ഒരു വീടാണ്. അപ്പോൾ അവിടെ പോയി ആ ഹൗസ് ഓണറോട് സംസാരിച്ച്, അപ്പോൾ ആ വീട്ടിൽ ആരും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മളിത് എങ്ങനെയെങ്കിലും ഷൂട്ടിന് കിട്ടാൻ വേണ്ടി മാക്സിമം നിമേഷ് പോയി അതിൻ്റെ പുള്ളി എന്തോ ജോലി അയാളെ പോയി കണ്ട് കൺവിൻസ് ചെയ്ത് ഒക്കെയാണ് അവിടെ ചെടിച്ചട്ടികളൊക്കെ കൊണ്ടുവച്ച് അങ്ങനെ ഒരു കളർഫുൾ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ അവിടെ ഉണ്ടാക്കിയെടുത്തത്. പിന്നെ ഈ സിനിമയിൽ പ്രധാനമായിട്ട് സെക്കൻഡ് ഹാഫിൽ വരുന്ന ഒരു ലൊക്കേഷൻസ് ആണ് കുസാറ്റ്, എറണാകുളം കുസാറ്റ് യൂണിവേഴ്സിറ്റിയും പരിസരവും. ആ പരിസരം അതിൻ്റെ അടുത്താണ് ഞങ്ങൾ പലരും താമസിക്കുന്നത്. അതുകൊണ്ട് പലപ്പോഴും നമ്മളതിൽ യാത്ര ചെയ്ത് പോയപ്പോൾ കണ്ടിട്ടുണ്ട് അവിടുത്തെ ഒരു നൈറ്റൊക്കെ വളരെ രസമാണ്. കാരണം മരച്ചില്ലകളും ഒക്കെ തൂങ്ങി നിന്നിട്ട് ഒരു കുറച്ച് ഡാർക്കായിട്ടുള്ളൊരു സ്പേസാണ്. അപ്പോൾ അവിടെ ഈ LED ലൈറ്റ്സ് ഒക്കെ രാത്രി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ക്രിസ്മസ് ആംബിയൻസ് ഒക്കെ വരുന്ന ആ സീക്വൻസ്. അതുപോലെ അവിടെ ഒരു കോഫി ഷോപ്പ് ഉണ്ട്, മിൽമേൻ്റെ കോഫി ഷോപ്പ്. അതിനോട് ചേർന്ന് തന്നെ വേറെന്താ T43 അങ്ങനെ എന്താ പറഞ്ഞിട്ടൊരു കഫേ. അപ്പോൾ ഇതൊക്കെ നമ്മൾ സ്ഥിരം കാണുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ അങ്ങനെ ആ സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിച്ചു. കുറച്ച് ദിവസങ്ങളിൽ ആ ഏരിയയിൽ തന്നെയായിരുന്നു, ഒരാഴ്ചയോളം എനിക്ക് തോന്നുന്നു കുസാറ്റ് പരിസരങ്ങളൊക്കെ തന്നെയാണ് ഷൂട്ട് ചെയ്തത്. മറ്റൊരു പ്രധാന ലൊക്കേഷൻ എന്ന് പറയുന്നത് പാലക്കാടാണ്. അപ്പോൾ പാലക്കാട് എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ കൊടൈക്കനാലിലേക്ക് ലൊക്കേഷൻ കാണാൻ പോകുമ്പോഴും അതുപോലെ ഊട്ടിയിലേക്ക് ലൊക്കേഷൻ കാണാൻ പോകുമ്പോഴൊക്കെ പാലക്കാടും കൂടെ ഞങ്ങളൊരു ചെറിയൊരു റിസർച്ച് അതിൻ്റെ ഇടയിൽ കൂടെ ഉള്ളൊരു വിസിറ്റിംഗ് നടത്താറുണ്ട്. നമുക്ക് ഈ ടൈലൻഡ് ഒരു പാലക്കാടിൻ്റെ ഒരു ലാൻഡ്സ്കേപ്പ് ഒക്കെ ശരിക്കും മനസ്സിലാവുന്ന നല്ലൊരു ഭംഗിയുള്ളൊരു സ്ഥലം വേണം നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ പോകുമ്പോഴും വരുമ്പോഴൊക്കെ ഒരു സെർച്ചിങ് അവിടെ നടത്താറുണ്ട്. അവിടെയുള്ള ലൊക്കേഷൻ മാനേജേഴ്സൊക്കെ പല സ്ഥലങ്ങൾ കണ്ടുവച്ച് നമ്മളോട് പറയും. അപ്പോൾ നമ്മൾ പോകുമ്പോഴും വരുമ്പോഴൊക്കെ ഇങ്ങനെ പോയി സ്ഥലങ്ങൾ കാണും. അങ്ങനെ 1, 2, 3ഓളം സ്ഥലങ്ങൾ നമ്മളൊരു ഓപ്ഷൻസ് കണ്ടുവച്ചു. അതിലൊരു സെക്കൻഡ് ഓപ്ഷൻ ആയിരുന്നു ഇപ്പോൾ നമ്മൾ കൊല്ലങ്കോടാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്തേക്കുന്നത്. ഇതിലും ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് അത് ഷൂട്ട് ചെയ്യാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ട്രെയിൻ സെറ്റിട്ട് ബോഗിയൊക്കെ സെറ്റിട്ട സ്ഥലം ഷൂട്ട് ചെയ്തതിൻ്റെ തൊട്ടടുത്ത ദിവസം നമ്മൾ പോയിട്ട് ഒരു ഈവനിങ് പോയിട്ട് ഒരു 2-3 മണിക്കൂർ കൊണ്ടൊക്കെ പെട്ടെന്ന് 2 മണിക്കൂറിൽ ഷൂട്ട് ചെയ്തൊരു സ്ഥലം. അതിൻ്റെ അടുത്തുള്ളൊരു സ്ഥലമാണ് ഈ കൊല്ലങ്കോട് തന്നെയായിരുന്നു ഇത് സെറ്റ് ഇട്ടേക്കണം ഈ ട്രെയിനൊക്കെ. അപ്പോൾ അങ്ങനെ പോയൊരു പെട്ടെന്ന് ഒരു ഈവനിങ് ആയപ്പോൾ ലൈറ്റ് പോകുന്നൊരു സമയത്ത് പെട്ടെന്ന് സ്പീഡിൽ ലൈറ്റ് പോകുന്നതിന് മുമ്പ് തീർക്കാൻ വേണ്ടിയൊക്കെ ഒന്ന് ഓടിച്ചിട്ടൊക്കെ ഷൂട്ട് ചെയ്തതാണ്. പക്ഷെ അത് പടത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ആ ലൊക്കേഷനും ഒക്കെ ആ സമയത്തൊരു പിന്നെ ലൈറ്റിംഗ് ഒക്കെ ഭയങ്കര രസമായിട്ട് തോന്നിയായിരുന്നു. അതുപോലെ ഒരു പ്രധാനപ്പെട്ട ഒരു ലൊക്കേഷനാണ് തിയേറ്റർ. അപ്പോൾ ഈ ഷെയിനെ തപ്പി നായിക പോയിക്കൊണ്ടിരിക്കുമ്പോൾ
വഴിയിലൊരു തിയേറ്ററും അവിടെ ഒരു രജനീകാന്തിൻ്റെ പടം റിലീസായിട്ടുള്ളൊരു ബഹളമൊക്കെ കാണുന്നു. അവിടെ നിന്നുള്ള അതിൻ്റെ ഓപ്പോസിറ്റുള്ള വഴി പഴയ കാര്യങ്ങൾ ഓർത്ത് അവിടെ നിന്നാണ് തിരിഞ്ഞു പോകുന്നത്. ആ ഒരു തിയേറ്റർ ഇവിടെ പാലക്കാടുള്ളൊരു തിയേറ്ററാണ്. അവിടെ നമ്മൾ അതേപോലെയുള്ള ആംബിയൻസ് ഒക്കെ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്ത ഒരു സ്ഥലമാണ്. അതുപോലെ പാലക്കാട് നമ്മൾ 2-3 സ്ഥലങ്ങൾ, ഇപ്പോൾ ഈ ഷെയ്നിൻ്റെ വീടായിട്ട് വരുന്ന ഒരു അവസാനം വരുന്ന ക്ലൈമാക്സിൽ വരുന്ന വീട്, പല സ്ഥലങ്ങൾ നമ്മൾ പാലക്കാടൊക്കെ കണ്ടുവച്ചു. പക്ഷേ എന്തോ നിർഭാഗ്യവശാൽ അത് ഷൂട്ട് ചെയ്യാൻ പല കാരണങ്ങളുമുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ദിവസം അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി മാത്രം നമ്മൾ ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്യേണ്ടി വരും. അങ്ങനെ ഇങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങൾ വന്നിട്ട് അത് ഷൂട്ട് ചെയ്ത് നമ്മൾ പോന്നു. പിന്നീട് ഫുൾ ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം, പാലക്കാട് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഒരാഴ്ച കഴിഞ്ഞിട്ട്, അപ്പോൾ ഒരു ഡേറ്റിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു അതിൽ അഭിനയിച്ച ആളുകളുടെയൊക്കെ കൂടെ, അവർക്കെല്ലാം എത്താൻ വേണ്ടിയിട്ടുള്ളൊരു പ്രശ്നം. അങ്ങനെ അത് നമ്മൾ ചെറായിലുള്ള സ്ഥിരം മലയാള സിനിമയിൽ ഷൂട്ട് ചെയ്യുന്ന ഒരു വീടാണത്. ആ വീടാണ് ഷെയ്ൻ്റെ ഒറ്റപ്പാലത്തുള്ള വീടായിട്ട് നമ്മൾ കാണിച്ചിരിക്കുന്നത്. 2019 ജൂലൈയിൽ പടത്തിൻ്റെ ഷൂട്ടിംഗ് ഏകദേശം തീർന്നതാണ്. പക്ഷെ പെട്ടെന്ന് ആ കോവിഡ് വന്ന ആ ഒരു പ്രതിസന്ധിയിൽ നമുക്ക് പിന്നെ റിലീസിൻ്റെ ഒരു 10-20 ദിവസം മുൻപാണ് ഇതുപോലെ ലോക്ക്ഡൗൺ ഒക്കെ വരുന്നതും. പിന്നീട് 2 വർഷം നമുക്ക് കാത്തിരിക്കേണ്ടി വന്നു. അങ്ങനെ 2 വർഷത്തിന് ശേഷമാണ് ആ സിനിമ തിയേറ്ററിൽ വരുന്നത്. ഇപ്പോഴും ആ സിനിമ പലരും കണ്ടൊരു, ഇപ്പോൾ ഇതേപോലെ ആമസോൺ പ്രൈമിലുണ്ട് സിനിമ, അങ്ങനെ പലരും കണ്ടിട്ട് എനിക്ക് ഇപ്പോഴും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ മെസ്സേജ് അയക്കാറുണ്ട്, സിനിമ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, കണക്റ്റായി എന്നൊക്കെ പറഞ്ഞിട്ട്. സഫാരി TV കൂടെ നിങ്ങളുടെ മുന്നിലേക്ക് ഈ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം.